അപ്പാനി ഇന്നലത്തെ ഒരു പുലിക്കളി എവിക്ഷൻ ആയിരുന്നു. ബിന്നിയെ കൊണ്ടുപോയി തിരിച്ചു വെച്ചു, അനിലിനെ കൊണ്ടുപോയി തിരിച്ചു വെച്ചു. പക്ഷെ അപ്പാനി പോയി കഴിയുമ്പം അവിടെ അക്ബറിന്റെ അടിവേരൊന്ന് ഇളകി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈക്ക് എന്തോ അതങ്ങനെയാണല്ലോ, ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ അങ്ങനെയാണല്ലോ. പക്ഷേ എൻ്റെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 വരെ കണ്ടതിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെയും ആദ്യമായിട്ടായിരിക്കും ഒരാൾ എവിറ്റ് ആകുമ്പോൾ ഉള്ളു പൊട്ടിച്ചിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടു. വേറെ ആരുമല്ല, മസ്താനി. അത് എത്ര തന്നെ പറഞ്ഞാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ബേസിക് ക്യാരക്ടർ ഇല്ലായ്മ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ പല ഫൈറ്റും നടക്കും, പല വർത്തമാനങ്ങളും നടക്കും. അത് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ട്, പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ എവിക്റ്റ് ആവുന്ന സമയത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പോരാറുണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. പക്ഷെ അത് ചെയ്യാതെ മസ്താനി വിചാരിച്ചു വെച്ചിരിക്കുന്നത് മസ്താനിയെ ചേർത്ത് എന്തോ വിളിച്ചതിന്റെ കെയർ ഓഫിലാണ് പുറത്തേക്ക് ആൾക്കാർ വിട്ടതെന്നാണ്. അതല്ല സത്യം പറഞ്ഞാൽ. ബിന്നി പറഞ്ഞത് സത്യം തന്നെയാണ്. നീയും തയ്ച്ചു വെച്ചോ, നിന്റെ വർത്താനം അത്ര വലിയ ഗുണമൊന്നുമില്ല, അതുകൊണ്ട് നീയും പുറത്തേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ മസ്താനി പറയുന്നുണ്ട് മറ്റേ അപ്പാനി വെച്ചുള്ള വാക്കുകൾ പറഞ്ഞിട്ട് വൃത്തികെട്ട തെറി പറഞ്ഞു. ഈ മസ്താനി ഇപ്പൊ രേണോ ഫാത്തിമോട് ആംഗലേയ ഭാഷയിൽ കാണിച്ച തെറിയും കാര്യങ്ങളൊന്നും തെറിയല്ലേ? സത്യം പറയാലോ, എനിക്ക് ഈവൻ ഇതിപ്പോ മസ്താനി പുറത്തിറങ്ങിയിട്ട് വീഡിയോ കണ്ടാലും എനിക്ക് വിഷയമില്ല. എനിക്ക് ഒരു രീതിയിലും താല്പര്യമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് മസ്താനി ആസ് എ പേഴ്സൺ പോലും. BB5 എനിക്ക് അങ്ങനത്തെ ഒരു ലേഡി കണ്ടസ്റ്റന്റ് ഉണ്ട്. എന്റെ കൂടെ തന്നെയുള്ള കണ്ടസ്റ്റന്റ് ഒരാളുണ്ട്. അയാളായിട്ട് ഒരു രീതിയിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു ക്യാരക്ടറാണ് ആ വ്യക്തിയുടെ. അതേപോലെ ഇതിനകത്തും എനിക്ക് മസ്താനിയോട് ഒരു രീതിയിലും ഒത്തുപോകാൻ പറ്റുന്നില്ല. ലാലേട്ടൻ ചോദിക്കുമ്പോഴും റെസ്പെക്ട് ഇല്ല. അതേപോലെ ഇറങ്ങി പോകുമ്പോൾ ബിന്നി പോകുമ്പോഴും ആള് ഭയങ്കര ശരിയായിരുന്നു. അത് ബിന്നി ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. അപ്പാനി പോയപ്പോഴും ഒരാൾ ഔട്ടായി പോയി. ഒരു ഗെയിമറാണ്, പോയി, ഇറ്റ്സ് ഡൺ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് ലീവ് ഇറ്റ് എന്നുള്ള രീതിയിൽ ഇരിക്കാതെ എന്തൊരു ചിരിയും ആൻഡ് പ്രേക്ഷകരോട് താങ്ക് യു പറയലുമാണ്. എന്നൊരാൾ പറയണം അടുത്ത പ്രാവശ്യം ഞാൻ പോയാലും കുഴപ്പമില്ല എന്ന്. ഇത് ക്യാരക്ടർ ഇല്ലായ്മയാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അപ്പാനി എയർപോർട്ടിൽ എത്തില്ല കുറച്ച് സീൻസ് കണ്ടു. ചില ചാനൽസുകാർ ഭയങ്കര രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കും സംശയമുണ്ട്, നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, അതിലെന്തോ ഒരു ഇതില്ലേ? അപ്പൊ അപ്പാനെ ന്യൂട്രലായിട്ട് ഇവൻ അനുവിനെ പറ്റിയിട്ടാണെങ്കിലും മസ്താനെ പറ്റിയിട്ടാണെങ്കിലും ആരെ പറ്റിയിട്ടാണെങ്കിലും അവര് നന്നായി ഗെയിം കളിച്ചു, ഞാനും ഗെയിം കളിച്ചു. ഒരാളെ പോലും കുറ്റം പറയാതെ ആ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് എടുത്തിട്ടാണ് അപ്പാനി പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ ഈ ചാനലുകാരുടെ കുത്തിത്തിരിപ്പുണ്ടല്ലോ, അപ്പാനിയുടെ ഉള്ളിലോട്ട് അപ്പാനിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം. ഞങ്ങൾക്കും സംശയമുണ്ട്, ഒരു തെറി പറഞ്ഞൊന്നുള്ള കെയർ ഓഫിൽ പുറത്താകണം എന്നില്ല, അപ്പൊ അതൊരു മനഃപൂർവ്വമല്ലേ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കുതന്ത്ര ചോദ്യങ്ങളൊക്കെ ചാനൽസ് ചോദിക്കുന്നുണ്ട്. അപ്പാനി അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. അപ്പം സോ അപ്പാനി, ശൈത്യ, രേണു ഇറങ്ങിപ്പോന്നു. അങ്ങനെ 3 പേര് പോന്നു. അതിൽ സ്റ്റിൽ ഐ എം പോയിന്റിങ് മസ്താനിയുടെ ആ ഒരു ശരി. അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ, ഇവൻ അഭിഷേക് കഴിഞ്ഞ സീസണിൽ അഭിഷേകിന്റെ ഇതിൽ പോലും നല്ല വഴക്കിന് ഷേക്കാൻ കൊടുത്താണ് ഇറങ്ങുന്നത്. അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ബിഗ് ബോസ് എന്ന് പറയുന്നത് ആകെ മൊത്തം ഒരു ഗെയിം മാത്രമല്ല, അതിനകത്ത് ആൾക്കാരുടെ ക്യാരക്ടറും റിവീൽ ആവുന്നുണ്ട്. ഇറ്റ്സ് ആൻ എഡിറ്റഡ് ഷോ. എന്നാൽ പോലും ചില സിറ്റുവേഷൻസ് ഇതിപ്പം ഇപ്പുറത്ത് അക്ബർ കരയുന്നു, ഇപ്പുറത്ത് മസ്താനി ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അതാണ് മസ്താനിയുടെ ക്യാരക്ടർ.